alaikum. Hi my dear butterflies. How are you all? It's me, your Farida ma'am, your English teacher. So welcome back to my English class. Today we can go for what? Grammar junction. നമുക്ക് grammar junction പഠിക്കാം അല്ലേ? അതിനു മുന്നേ ആയിട്ട് inshallah we can say dua for knowledge. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. ഓക്കെ, അപ്പോൾ ഗ്രാമർ ജംഗ്ഷനിൽ നമ്മൾ ഇന്ന് വേറൊരു ടെൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടെൻസസ് എന്താ? ടെൻസസ് എന്താണെന്ന് വെച്ചാൽ ഓർത്തിരുന്നോളൂ, ടെൻസസ് ഇൻഡിക്കേറ്റ് ടൈം ഓഫ് ആക്ഷൻസ്. നമുക്ക് ഓരോ ആക്ഷനും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും എപ്പോഴാണ് എന്നാണ് സംഭവിച്ചത് ആ ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ ഇന്ന് പോയി എന്ന് പറയോ? അതോ പോകൂന്ന് പറയോ? ഇല്ലോ, ഇന്നലെ പോയി എന്നല്ലേ പറയാം. അപ്പോൾ അത് കണക്ക് ഇന്നത്തെ പറയുമ്പോഴോ പോയി എന്ന് പറയും? ഇല്ല, ഇന്ന് ഞാൻ പോകും എന്ന് പറയും അല്ലേ, നാളെയും പോകും എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ ഓരോ ദിവസത്തതും നമ്മൾ ഓരോ സമയത്ത് നടക്കുന്ന ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മൾ സംസാരിക്കാൻ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ വി ഹാവ് ടു ഡു ദ സെയിം. ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓരോ ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് ആ ടൈമിൽ എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അതാണ് ടെൻസസ്. ആ ടെൻസസ് അതിനാണ് നമ്മൾ പഠിക്കുന്നത്. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് ടെൻസ് വാട്ട് ഇസ് ഗോയിങ് ഓൺ നൗ, ഇപ്പം എന്താണ് നടക്കുന്നത്, അതാണ് ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് പ്രസൻറ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസോ ആക്ഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് അല്ലേ, ഓൾറെഡി അത് നടന്നു കഴിഞ്ഞു, ആ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അതാണ് പാസ്റ്റ് ടെൻസ്. ഫ്യൂച്ചർ ടെൻസോ ഗോയിങ് ടു ഹാപ്പൻ, ഇനി അത് നടക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെല്ലാം ഫ്യൂച്ചർ ടെൻസിൽ പറയണം. എന്നിട്ട് ഇത് തന്നെ പലതരത്തിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് ടെൻസാന്ന് നോക്കാം. അതിന് മുന്നേ അവരൊരു എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ദാറ്റ്. So all of you please take your textbook, take page number 77. Okay, so read the paragraph below. The little girl in the poem is expressing her thoughts about the rain. അപ്പോൾ നമുക്കറിയാം ഈ പോയം നമ്മൾ പഠിച്ച ഈ പോയത്തിൽ ആ ഒരു കുഞ്ഞു മോൾ അല്ലേ, കുഞ്ഞു മോൾ എന്തെന്നാണ് മഴയെക്കുറിച്ചിട്ടാണ്, മഴയെക്കുറിച്ചിട്ടുള്ള അവളുടെ ചിന്തകളാണ് അതിൽ വിശദീകരിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. She is wondering where the rain comes from. She can hear the tiny raindrops tapping gently on the window pane as if they are teasing her to come out and play with them, but she won't step out until the rain stops. അപ്പോൾ എന്താണ് അവളിങ്ങനെ അത്ഭുതപ്പെടുകയാണ്, എവിടുന്നാണ് ഈ മഴ വരുന്നത്? അപ്പോൾ പോയത്തിൽ അതില്ലേ പിറ്റോ പാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് കേൾക്കാൻ സാധിക്കും ആ കുഞ്ഞു മഴത്തുള്ളി ആ വിൻഡോ പെയിനിൽ വന്ന് തട്ടുന്നതും ഒക്കെ. എന്നിട്ട് അവൾ പറയാ, കുഞ്ഞു മഴത്തുള്ളി വന്ന് ഇവളെ വിളിക്കുകയാണ്, വാ പുറത്തേക്ക് വാ കളിക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ പറയുന്നത് എന്താ, ഇല്ല ഞാൻ കളിക്കാൻ വരില്ല, മഴ തീരാണ്ട് ഞാൻ പുറത്തിറങ്ങില്ല, കളിക്കില്ല എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പോയത്തിൽ പഠിച്ചതല്ലേ. We use is, am or are with verbs that end with ing to talk about things happening in the present. Such sentences are said to be in the present continuous tense. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടെൻസ് ആണ് എന്താണ്? Present continuous tense. Present continuous tense. ഓക്കെ, അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിലവർ പറയുന്നത് എന്തെന്നാണെന്നറിയാമോ? is, am, are. Is, am, are with words that end with ing to talk about the things happening in the present. ഇപ്പോൾ ഈ നടക്കുന്നില്ലേ പ്രസൻറ്റ്, അതായത് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ we use is, am, are. നമ്മൾ അന്നേരം is, am, are എന്നൊക്കെ പറയുന്ന ഓക്സിലറി വേർബ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ കണ്ടിന്യൂസ് ടെൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വേർബിൻ്റെ കൂടെ എന്തെന്നാണ് ing യൂസ് ചെയ്യും. വേർബിൻ്റെ കൂടെ എന്ത് ചെയ്യും? ing. ഫോർ എക്സാമ്പിൾ ഇപ്പം വർക്ക് എന്നാണെന്നുണ്ടെങ്കിൽ വർക്കിൻ്റെ കൂടെ ing യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാവും? വർക്കിംഗ്. ഇപ്പം നിങ്ങൾ മിസ് പറയുന്നത് കേട്ടിരിക്കുമല്ലേ, അപ്പം എന്താണ്? ലിസൺ എന്നുള്ള വാക്കല്ലേ, ലിസൺ ചെയ്യുമല്ലേ, ലിസൺ എന്ന വാക്കിൻ്റെ കൂടെ ing ചേർക്കുമ്പോഴോ ലിസണിങ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പം മിസ് പറയുക യു ആർ ലിസണിങ്, യു ആർ, ആർ വന്നുണ്ടോ? ആറിൻ്റെ കൂടെ എന്ത് വന്നു? വേർബിൻ്റെ കൂടെ ing വന്നല്ലേ, യു ആർ ലിസണിങ്. ഓക്കെ, അത് വിട്ടേരെ, ഇനിയിപ്പോൾ അടുത്ത് നോക്കാം. Now read this paragraph. I was wondering where the tiny raindrops come from. I could hear them tapping gently on the window pane. It was as if they were teasing me to come out and play with them. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ കാര്യം പാസ്റ്റ് ടെൻസിലാക്കിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ആദ്യം
പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പറഞ്ഞത്. ഇപ്പൊ അവർ എന്തെന്നാണെന്ന് അറിയാമോ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആ കൊള്ളാവല്ലോ, ഈ കണ്ടിന്യൂസ് ടെൻസിൽ പ്രസന്റിൽ മാത്രമാണെന്ന് പറഞ്ഞിരുന്നേണോ? അങ്ങനെയല്ല, കണ്ടിന്യൂസ് ടെൻസ് പ്രസന്റിലുണ്ട്, പാസ്റ്റിലുണ്ട്, ഫ്യൂച്ചറിലുണ്ട്. അപ്പോൾ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നേരത്തെ പഠിച്ചു. ഇപ്പോൾ പഠിക്കാൻ നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓൾ ദീസ് ബിലോങ്സ് ടു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. സോ ഐ എം ഗോയിങ് ടു റബ് ദാറ്റ്. ഇതെല്ലാം ഞാൻ റബ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. നോക്കിക്കേ എല്ലാവരും. ഐ വാസ് വണ്ടറിങ്. കണ്ടോ, അവിടെ വാസ് വന്നു അല്ലേ? വാസ് വന്നു, പിന്നെ വേർബ് വന്നു, അതിൻ്റെ കൂടെ ING വന്നു. കണ്ടോ, ഈ ഇസ് മാറി വാസ് ആവുന്നേ ഉള്ളൂ. മറ്റേതിനകത്തോ ഇസ് വണ്ടറിങ് ആയിരുന്നു അല്ലേ? ഇസ് വണ്ടറിങ് ആയിരുന്നു. ഇപ്പോൾ എന്തായി? വാസ് വണ്ടറിങ് ആയി. ഈ ഇസ് എന്തായിരുന്നു? പ്രസന്റ് ആയിരുന്നു അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇസ് വണ്ടറിങ് വന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വാസ് വണ്ടറിങ് വന്നു. മനസ്സിലായോ? ഇവിടെ വാസ് വന്നു, ഇവിടെ ഇസ് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാസ് വണ്ടറിങ് നോക്കാം. അപ്പോൾ വാസ് വണ്ടറിങ് വന്നു, അപ്പോൾ അതെന്താണ്? പാസ്റ്റ് ആണ്. ഐ വാസ് വണ്ടറിങ്. അതുപോലെ വേർ ടീസിങ്. പിന്നെ എന്നതാ വന്നേ? വേർ ടീസിങ്. ഇതും എന്താണ്? പാസ്റ്റ് ടെൻസ് അല്ലേ? വേർ പാസ്റ്റ് ടെൻസ്. എന്നിട്ട് അതിൻ്റെ കൂടെ വേർബിൻ്റെ കൂടെ എന്ത് വന്നു? ING കൂടെ വന്നപ്പോൾ എന്തായത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, ഈ കണ്ടിന്യൂസ് ആണോ എന്ന് അറിയാൻ വേണ്ടി, കണ്ടിന്യൂസ് ടെൻസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയാൽ മതി ആ വേർബിൻ്റെ കൂടെ ING ഉണ്ടോ എന്ന്. ING ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കണ്ടിന്യൂസ് ടെൻസാണ്. പിന്നെ ഇവിടെ നോക്കണം, ഇവിടെ ഇസ് ആണോ വാസ് ആണോ? ഇസ് ആണെങ്കിൽ എന്താ? ദാറ്റ് വിൽ ബി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇഫ് ഇറ്റ് ഇസ് വാസ് ഓർ വേർ, ദെൻ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. വാസും വേറോ വരുന്നെങ്കിൽ പാസ്റ്റ് ആണ്. ഇസ് ആം ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രസന്റ്. ഓക്കെ, അതുപോലെ we use was or were with words that end with ING to talk about things that started in the past and continued for some time. Such sentences are said to be in the past continuous tense. നമ്മൾ ഓൾറെഡി ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു, എന്നിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി എന്തെന്നാ പറയുന്നത്? അത് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? was or were, പിന്നെയോ with verbs that end with ING. In past continuous tense, we use was or were, then plus verb that ends with ING. Kando? Was or were, pinneyo plus verb plus ING. Okay? So, in present continuous tense, what we use? In present continuous tense, we use only is, am, or, are, then plus verb. ശ്രദ്ധിച്ചിരിക്കണേ, verb plus ING. നല്ലോണം നോക്കിയോ. See the difference? Here it is was or were plus verb plus ING, and here is, am, are plus verb plus ING. Okay, അപ്പോൾ ഇത് നമുക്കറിയാം. ഇതെന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ? ഇതോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, എവിടെയും കണ്ടിന്യൂസ് ആണോ? there will be ING. And here see, if it is past, was or were will be there. If it is present, is, am, are will be there. Okay, so did you get it? ഇനി അടുത്ത നമുക്ക് എന്തെന്നാ നോക്കാം. Turn the page. All of you turn the page. Now read these sentences. Whenever it rains, next I'll draw a scenery to remember the rainy day. I'll be sitting by the window with my drawing book the whole day. Okay, ഇനി അടുത്തൊരു ടെൻസിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. Similarly, we use will be with words that end in ING to express an action that will continue to happen at a specific time in future. This is called the future continuous tense. Okay. So similarly, we use will be with verbs that end in ING to express an action that will continue to happen at a specific time in future. This is called the future continuous tense. അപ്പോൾ ഇതിനാണ് future continuous tense എന്ന് പറയുന്നത്. എന്തിന്? അപ്പോൾ നമുക്ക് നോക്കാം future continuous tense ഏതാണെന്ന്. See, the third one, future continuous tense. Okay, future continuous tense. So first what? I will be sitting. I will be sitting. Okay,
വിൽ ബി വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന പറയുന്ന വേർബിൻ്റെ കൂടെ ING അല്ലേ. അപ്പോൾ അത് ഫ്യൂച്ചറിൽ ഒരു ടൈം മുതൽ ഒരു ടൈം വരെ കണ്ടിന്യൂ ചെയ്യാവുന്ന ഒരു ആക്ഷനെ കുറിച്ചിട്ട് പറയുമ്പോഴാണ് നമ്മൾ വിൽ ബി യൂസ് ചെയ്യുന്നത് അല്ലേ. ING വെച്ചിട്ട് യൂസ് ചെയ്യും. എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ കണ്ടിന്യൂ ടു ഹാപ്പൻ അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ഇനി എപ്പോഴെങ്കിലും വേണ്ട ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നു, ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നു. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ING യൂസ് ചെയ്യും. അതിന് മുന്നേ എന്താ ഫ്യൂച്ചർ ടെൻസിന് കാണിക്കാൻ വേണ്ടിയിട്ട് വിൽ ബി കാണിക്കും. പിന്നെയോ ING എന്നതിനാണ് കാണിക്കുന്നത് ഇൻ ഓർഡർ ടു ഷോ ദാറ്റ് ദിസ് ബിലോങ്സ് ടു കണ്ടിന്യൂസ് ടെൻസ്. അത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ക്ലൂ ആണ് വേർബിൻ്റെ കൂടെ ING. ഓക്കെ, I will be sitting. Okay, I will be sitting. Similarly we use will be with verbs. അതുകൊണ്ടാണ് പറയുന്നത് we use will be with verbs that end in ING to express an action that will continue to happen at a specific time in future. This is called the future continuous tense. അപ്പോൾ future continuous tense എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതുപോലെ തന്നെ am, is, was, were അതൊന്നും ഇല്ല. അതിന് പകരം എന്തെന്നാ? will. ഓക്കെ, അതിന് പകരം എന്ത് വരും? will, shall. വില്ലും ഷാലും ഒക്കെ വരും. പിന്നെയോ ബി അല്ലേ, will or shall be plus verb plus ING and this belongs to future continuous tense. Okay, then was, were ഇത് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണേ മിസ്. plus verb plus ING. What is this? Past continuous tense. Okay, next is am, are plus verb plus ING, that is present continuous tense. Okay, so will plus shall plus will or shall plus be plus verb plus ING, future tense was plus were plus verb plus ING, past continuous tense is or am or are plus verb plus ING, present continuous tense. എപ്പോഴും ഈ ഒരു ക്ലൂ ഓർത്ത് വെക്കുക. ING verb plus ING കണ്ടോ? what you have to remember? you have to remember that it belongs to some kind of continuous tense. ഏതോ ഒരു continuous tense ആണ്. അപ്പോൾ നോക്കൂ, ഏതോ ഒരു continuous tense, whether it belongs to future, past or present, അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിനാണ് നമ്മൾ ഈ auxiliary verbs നോക്കേണ്ടത് അല്ലേ. is, am, are. If it is there, if you can find all these things there, then sure you can say that belongs to present continuous tense. അപ്പോൾ ഈ continuous tense ആയ വേർബിൻ്റെ കൂടെ ING കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഏതോ ഒരു കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കി അവിടെ ഇസോ ആമോ ആറോ എന്തേലും ഉണ്ടോ എന്ന് നോക്കി. അപ്പത്തേനും എന്തേ കിടക്കുന്നു, ആരാണ്ടോ ഒന്ന് അതിലുണ്ടല്ലേ. then we can say that this belongs to present continuous tense. Did you understand? Just like that, again we had found that ING with a verb, so we thought okay, this also belongs to some kind of continuous tense, and finally what we concluded, yeah, we found one was or were. നമ്മൾ ഏതോ ഒരു was or were എന്തോ അവിടെ കണ്ടു. അങ്ങനെ നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്തു? that belongs to past continuous tense. Okay, just like that in future tense there also we found verb plus ING, and along with that we found will or shall. വില്ലാണോ ഷാലാണോ ഏതോ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു പ്ലസ് ബി. അപ്പം തന്നെ ഉറപ്പിച്ചോ, വാട്ട് ഇസ് ഇറ്റ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? സോ ദീസ് ആർ ദ 3 തിങ്സ് ദാറ്റ് ഐ ഹാവ് എക്സ്പ്ലെയിൻ ടുഡേ. അപ്പോൾ ഇന്ന് മിസ് ഇത് മൂന്നുമാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു ആക്ടിവിറ്റി വേണ്ടേ? ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വാട്ട് വി ഹാവ് ടു ഡു? വി മസ്റ്റ് ഡു ആൻ ആക്ടിവിറ്റി ബേസ്ഡ് ഓൺ ദിസ് ടോപ്പിക്. ഓക്കെ, so let me read the question for you. Underline the verb, and that is in page number 78. Okay, page number 78 ilana page number 78. Underline the verb and then identify its tense. Write the name of the tense in the space provided. അപ്പോൾ ഇതിൽ എന്തെന്നാ വേണ്ടതെന്ന് അറിയോ? ഇവിടെ നിങ്ങൾ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വേർബ്. നിങ്ങൾക്ക് വേർബ് കണ്ടെത്തുക, അത് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ടോ അത് ഏത് ടെൻസ് ആണെന്ന് നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന സൈഡിൽ കൊടുത്തിരിക്കുന്നില്ലേ അവിടെ എഴുതുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ് എഴുതിയിട്ട് തരാമേ. ദ ടീച്ചർ, this is very easy for you. I know you people are very smart, mashallah. The teacher is smiling. The teacher is smiling at her students. Okay.
മിസ് പറഞ്ഞ പോലെ നോക്കിക്കേ, ദ ടീച്ചർ is smiling at her students. ing കണ്ടു, ചാടി പിടിച്ചോണം അപ്പോഴേ. സ്മൈലിംഗ്. ഓക്കെ, this may be the verb അല്ലേ, ഇതായിരിക്കണം verb അല്ലേ. ഓക്കെ, we can conclude this is the verb. Then what you have to do, you have to underline. നിങ്ങൾ അത് അണ്ടർലൈൻ ചെയ്യണം. ഇനി നിങ്ങൾ നോക്കണം ഇത് ഏത് ടെൻസ് ആണെന്ന്. അത് ഏത് ടെൻസ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? നിങ്ങൾക്കറിയാം ing കണ്ടപ്പോൾ അതൊരു കണ്ടിന്യൂസ് ടെൻസ് ആണ്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണോ, പാസ്റ്റ് കണ്ടിന്യൂസ് ഓർ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ദാറ്റ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട്. ഫോർ ദാറ്റ് യു ഹാവ് ടു സെർച്ച് ഫോർ ദ ഓക്സിലറി വേർബ്. അതിന് നിങ്ങളൊരു ഓക്സിലറി വേർബിനെ നോക്കുക. അപ്പോൾ നോക്കുമ്പോഴത്തേന് ദേ കിടക്കുന്നു ഇസ് എവിടെയാണ് വരിക? ഓഫ് കോഴ്സ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലല്ലേ. അപ്പോൾ ഓക്കെ, കണ്ണു അടച്ചങ്ങ് എഴുതിക്കോ. വാട്ട് ഇസ് ഇറ്റ്? Present continuous tense. Did you understand? Okay, so the answer is present continuous tense, and before that this is also an answer. You have to find out the verb and you have to underline that. I hope you understood this topic very well, and I'm always saying that grammar portion you have to see that video again and again. Grammar portion video എപ്പോൾ വന്നാലും നല്ല രീതിയിൽ ഒരുപാട് തവണ ഇത് കാണുക. നിങ്ങൾക്ക് ഡൗട്ട്സ് വരുമ്പോഴെല്ലാം കാണുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ you can approach me through WhatsApp. I'm ready to help you there inshallah. And so today I have taught you about 3 tenses: present continuous tense, past continuous tense, and future continuous tense. And this is your activity, and you have to do this as an assignment. You have to underline the words and you have to mention the tense in the textbook itself and send me the answers. Inshallah, I'll write the correct answers for you, and inshallah I'll send that in the WhatsApp. Anyway, we can have the balance portion, or we can have the balance exercise in the next video in the next class. Till then, you take care. Assalamu alaikum.